അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. എല്ലാവർക്കും ഡിബേറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്നത് ആധുനിക ആശയങ്ങൾ, ആധുനിക ചിന്താരീതികൾ, മോഡേണിസം, അത് ഫോളോ ചെയ്യുന്ന പ്രത്യയശാസ്ത്രം മുസ്ലിം സമൂഹത്തിന് ഏത് രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്, അത് ഗുണകരമാണോ ദോഷകരമാണോ എന്ന ആമുഖം ആവശ്യമില്ലാത്ത വിധം എല്ലാവർക്കും മനസ്സിലാകുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ആവട്ടെ വെസ്റ്റേൺ ആവട്ടെ, ഈ പുതിയ ചിന്ത സമൂഹത്തിൽ പടർന്നു പന്തലിക്കുകയും ഏതോ ഒരളവിൽ അത് വിശ്വാസികളെയും അവിശ്വാസികളെയും എല്ലാവരെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ലിബറലിസം, അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, റീസണിങ്, പിന്നെ റാഷണലിസം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഇസങ്ങളും, ആ ഐഡിയോളജി, അത്തരം ഇസങ്ങൾ മുസ്ലിം സമൂഹത്തെ അത് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, നമുക്കത് ഫോളോ ചെയ്യുന്നത് അനുഗുണമാണോ അല്ലേ എന്ന വിഷയമാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്ത് അത് ഗുണകരമാണ്, ഫോളോ ചെയ്യേണ്ടതാണ് എന്ന് വാദിക്കുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള അൽത്താഫ് വി എഫ്, നിഹാല്, അൽത്താഫ് പി പി എന്ന വിഭാഗം ആളുകളാണ്. ഇവര് അത് ഗുണകരമല്ല, എന്തുകൊണ്ടും നമുക്കത് ഇസ്ലാമിന്, വിശ്വാസികൾക്ക്, മുസ്ലിം സമൂഹത്തിന് അത് ഫോളോ ചെയ്യൽ അനുഗുണമല്ല എന്ന് വാദിക്കുന്നവർ ജസീം തങ്ങള്, മുഫീദ്, മൊബൈൽ, ഈ ഭാഗം ആളുകളാണ്. അപ്പോൾ കൂടുതൽ ആമുഖമില്ലാതെ ഡിബേറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ആമുഖമായിട്ട് ഇതിൻ്റെ ഒരു നടക്കുന്ന രീതി, ഓരോരുത്തരും ഒരു 2 മിനിറ്റ് വീതം ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ സംസാരിക്കാം. അതിനുശേഷം പിന്നെ ഓപ്പൺ ആയിട്ടുള്ള അവസരമാണ്. വളരെ ഒതന്റിക് ആയിട്ട് റെഫറൻസ് സഹിതം വിഷയത്തിൻ്റെ മെറിറ്റിൽ ചരിത്രവും ഉദ്ധരണികളും ഒക്കെ ഉൾപ്പെടുത്തി ഗഹനമായ ചർച്ചയാണ് പിന്നെ നടക്കാനുള്ളത്. അവസാന ഭാഗത്ത് ഒരു 10 മിനിറ്റ് അതൊന്ന് സമ്മപ്പ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ ആധുനിക ഇത്തരം ചിന്തകൾ, ആശയങ്ങൾ മുസ്ലിം സമൂഹത്തിന് ഗുണകരമാണ് എന്ന് വാദിക്കുന്ന വിഭാഗം ആളുകൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനുശേഷം ഈ വിഭാഗം ആളുകൾ ക്വസ്റ്റ്യൻ്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർക്കായിരിക്കും ഫസ്റ്റ് ചാൻസ് ഉണ്ടാവുക. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട മോഡറേറ്റർ, പ്രിയ സഹസംവാദകർ, ആധുനിക ആശയങ്ങൾ സ്വീകരിക്കുന്നത് മുസ്ലിം സമൂഹത്തിന് ഗുണകരമാണോ ദോഷകരമാണോ എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുമ്പോൾ ഗുണകരമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ സംസാരിക്കാനാണ് ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലോകം അതിവേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് മേഖല ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, മറ്റു സയൻസ്, എഡ്യൂക്കേഷൻ, എന്തിനാണെങ്കിലും ഈ കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഒരു സമൂഹം പിന്നോട്ട് നിൽക്കുക എന്നത് അത് ആ കമ്മ്യൂണിറ്റിയെ അതിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുന്ന ഒന്നാണ്. ഇസ്ലാം ഒരിക്കലും പിന്നോക്കത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല, മറിച്ച് അറിവിനും നൂതന ചിന്തകൾക്കും വളരെയധികം പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. അഫലാ യതഫക്കറൂൻ എന്ന ഖുർആൻ വചനം കൊണ്ട് തന്നെ മനുഷ്യനെ ചിന്തിക്കാനും പഠിക്കാനും അറിവിനെ അന്വേഷിക്കാനും വേണ്ടി ഖുർആൻ പറയുന്നുമുണ്ട്. ഇവിടെ ഇന്ന് നമ്മൾ കാണുന്ന ആശയങ്ങളായ, ആധുനിക ആശയങ്ങളായ ലിബറലിസം, ഫെമിനിസം പോലത്തെ ഇത് സ്വീകരിക്കുമ്പോൾ അത് ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അതിനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ മാത്രമല്ല, ഈ ഒരു കാര്യം, ഈ ഒരു സംഭവം സ്വീകരിക്കുന്നത് വഴി മുസ്ലിം സമൂഹത്തിന് ലോകോത്തരമായി മുന്നേറാനും മാത്രമല്ല അവിടെ കൂടുതൽ പീസ്ഫുള്ളായ ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നു. അതിനാൽ ആധുനിക ആശയങ്ങൾ സ്വീകരിക്കുന്നത് മുസ്ലിം സമൂഹത്തിന് വളരെയധികം ഗുണകരമാണ്, അല്ലെങ്കിൽ അത് ഈ ആധുനിക കാലഘട്ടം ഒരു അവിഭാജ്യ ഘടകമാണെന്ന് പറയാനും അത് ഈ ചർച്ചയിൽ വിശദമാക്കാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്ത് അൽത്താഫ് പറഞ്ഞതുപോലെ തന്നെ
ഇത്തരം ആധുനിക ആശയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഇസ്ലാമിന് ഒട്ടനവധി മേഖലകളിലേക്ക് എത്തിപ്പെടാനും മുസ്ലിമീങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരുപാട് ഒരുപാട് പുരോഗതികൾ കരഗതമാക്കാനും സാധ്യമായിട്ടുള്ളത്. നമ്മൾ ഏത് ആശയത്തെ എടുക്കുമ്പോഴും ആ ആശയങ്ങളുടെ ഉൾക്കാമ്പിലേക്ക് ചെന്നെത്താതെ അതിനെ കേവലം നമ്മുടെ മൈൻഡ് വെച്ച് നമ്മളെങ്ങനെയാണ് നമ്മുടെ സങ്കല്പം വെച്ചിട്ട് അതിനെ എതിർക്കുന്ന രീതിയാണ് പൊതുവായിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഇസ്ലാമിന്റെ കിതാബുകളും ടെസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നത് നിലനിൽക്കുന്നത്. കേവലം ടെസ്റ്റുകൾ മാത്രം നിലനിൽക്കുന്നതല്ല വിശുദ്ധമായ ഇസ്ലാം. സ്കോളേഴ്സ് കാലങ്ങൾക്കനുസരിച്ച് എങ്ങനെയാണ് ഈ ആശയങ്ങൾ ഇസ്ലാമിന്റെ അസ്ലിയായിട്ടുള്ള കാര്യങ്ങൾക്ക് ബേസിക് പ്രിൻസിപ്പിൾസിന് എതിരാണോ എന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇത് ഇസ്ലാമിന് നല്ലതാണ് എങ്കിൽ നല്ല രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. അത്തരം ആശയങ്ങൾ തന്നെയാണ് ആധുനികത പറഞ്ഞു വെക്കുന്നതും. അപ്പോൾ നമുക്ക് ഇത്തരം ആശയങ്ങൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കൂടെ നമുക്ക് ഒരുപാട് പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും. മഹാനായിട്ട് ഷാഫി ഇമാം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനത്തെ കാലം വരുമ്പോൾ, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ബിദ്അത്തുൻ ഹസന അഥവാ ദീനിന്റെ അസ്ലിയായിട്ടുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങളൊന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇവകളെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. ഇപ്പം കാലങ്ങൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ പുതിയ ഫ്രെയിം വർക്ക് വരും, പുതിയ സംവിധാനങ്ങൾ വരും. അപ്പോൾ അതിനെയൊക്കെ എതിർക്കുക എന്നുള്ളതല്ല, അത് ഇസ്ലാമിന് പ്രശ്നം, അത് ഇസ്ലാമിനോടെ കോട്ടം തെറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇത്തരം ആശയങ്ങൾ ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനത്തെ എംബ്രിസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളതും ഇസ്ലാമിനെ മനസ്സിലാക്കി, അതുപോലെ തന്നെ ഇസ്ലാമിക് പ്രാക്ടിക്കൽ ലൈഫ്. അപ്പോൾ നമുക്ക് ഇത്തരം ആശയങ്ങൾ ഒരുപാട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഗുണകരമായിട്ട് നമുക്ക് ഒരുപാട് സഹായകരമായിട്ടുണ്ട്, മുസ്ലിം സൊസൈറ്റിക്ക് ഇത്തരത്തിൽ സഹായകരമായിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട മോഡറേറ്റർ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹസംവാദകരെ, അപ്പോൾ ഇവിടെ സംവദിക്കുന്നത് ആധുനിക ആശയങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ സ്വീകരിക്കുന്നതോടുകൂടെ ഏത് രീതിയിലാണ് അത് ആ ഒരു സൊസൈറ്റിയെ സ്വാധീനിക്കുന്നത്, ഗുണകരമായാണോ ദോഷകരമായാണോ എന്നുള്ള ചർച്ചയിലാണ്. അപ്പോൾ ആദ്യമായി പറയുമ്പോൾ ഈ ഒരു മോഡേണിറ്റി എന്നുള്ള ഒരു പദം അത് 1375 ഉത്ഭവിക്കുകയും പിന്നീട് ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ഈ ഒരു ആധുനിക ലോകം എന്നറിയപ്പെടുകയും പിന്നീട് 1960-കൾക്ക് ശേഷം ഉടലെടുത്തു വന്ന ഈ ലിബറലിസം, സെക്യുലറിസം, ഫെമിനിസം പോലത്തെ ആശയങ്ങളിലൂടെ അത് കടന്നു പോവുകയും ചെയ്തു. ഈ മോഡേണിസം എന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹം അവരുടെ സാമൂഹിക സംവിധാനങ്ങളിൽ അതുപോലെ തന്നെ അവരുടെ മൂല്യങ്ങളിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക, ഈ ചിന്തയിലാണെങ്കിലും അതുപോലെ തന്നെ അവിടെ നടത്തുന്ന നിഷ്ഠതകളിലാണെങ്കിലും അത്തരം കൊണ്ടുവരുന്ന ഒരു രീതി. ഇപ്പോൾ മനുഷ്യരാശിയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സമൂഹം മുന്നോട്ട് പോയത് അവരുടെ വ്യക്തമായിട്ടുള്ള ചിന്തകളിൽ ഇത്തരം ആശയങ്ങൾ സ്വീകരിച്ചപ്പോഴാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങളാണ് ഈ ലിബറലിസം, സെക്യുലറിസം ഇപ്പോൾ പറയപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളത്. നമുക്കറിയാം 1400 വർഷങ്ങൾക്ക് മുമ്പ് വന്ന നമ്മുടെ ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് എന്താണ്? ഇസ്ലാം മതം പഠിപ്പിച്ചത് മനുഷ്യർക്ക് ചിന്താശേഷിയുടെയും അതുപോലെ തന്നെ നീതിയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രാധാന്യം പഠിപ്പിച്ച മതമാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാം നിരസിക്കേണ്ടതല്ല എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ലിബറലിസം എന്നുള്ള ആശയം എടുത്തു നോക്കുമ്പോൾ അത് മനുഷ്യൻ്റെ സ്വാഭാവിക അവകാശങ്ങളുടെ മൂല്യങ്ങളെ വ്യക്തമാക്കുന്നതാണ്. ഫെമിനിസം എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളുടെ നീതിയെയും അവകാശങ്ങളെയും എടുത്തു കാണിക്കുന്നു. റാഷണലിസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഖുർആനിൽ അഫലാ തഖിലൂൻ എന്നുള്ള അവരുടെ ബുദ്ധിയുടെ പ്രാധാന്യം അതുപോലത്തെ കാര്യങ്ങളെ പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ഐഡിയോളജീസ് ഒരിക്കലും ഇസ്ലാമിന് വിരുദ്ധമല്ല. അതുപോലെ തന്നെ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിന് തീർത്തും അതൊരു ഗുണകരമായ രീതിയിലാണ് ബാധിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട മോഡറേറ്റർ, പ്രിയപ്പെട്ട സഹസംവാദകരെ, ആധുനിക ആശയങ്ങൾ സ്വീകരിക്കുന്നത് ഇസ്ലാമിൽ ഗുണകരമാണോ ദോഷകരമാണോ എന്ന ചർച്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആധുനിക ആശയങ്ങൾ സ്വീകരിക്കുന്നത് ഇസ്ലാമിന് ദോഷകരമാണ് എന്ന വിശ്വാസത്തിലാണ് ഞാനുള്ളത്. ആ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വാദിക്കുന്നത്. ആദ്യമായി പറയുന്നത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് ലൈഫാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്ന ആയത്ത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ.
അതായത് ഇസ്ലാമിൽ ഓരോ വ്യക്തിത്വത്തിൻ്റെയും ഓരോ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തിലെ എല്ലാ ആസ്പെക്ട്സുകളിലേക്കും കടന്നു ചെന്ന് അതൊക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ് ഇസ്ലാം മതം വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാം മതം എന്ന് പറയുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം എന്നാണല്ലോ. സൃഷ്ടാവിൻ്റെ മതമാണ് ഇസ്ലാം എന്നുള്ളത്. സൃഷ്ടാവ് ഒരു മതം കൊണ്ടുവരുമ്പോൾ സൃഷ്ടാവ് സൃഷ്ടിച്ച മറ്റു സൃഷ്ടികൾ കൊണ്ടുവരുന്ന ഈ ആധുനിക ആശയങ്ങൾ അത് എങ്ങനെ ഈ ഇസ്ലാമിൽ ഗുണകരമായി വരുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. ഈ ഇസ്ലാമിൽ ആധുനിക ആശയങ്ങളായ സെക്യുലറിസം, ലിബറലിസം, ഫെമിനിസം, എംപിരിസം, മറ്റെന്ത് ഇസങ്ങളുണ്ടെങ്കിലും അതൊക്കെയും ഇസ്ലാമിൽ കടന്നു വരുമ്പോൾ ഇസ്ലാമിനെ ബാധിക്കുന്ന ധാരാളം ധാരാളം ചർച്ചകൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഡാറ്റാസൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തികച്ചും ഈ ഒരു കാര്യത്തിൽ ഈ ആധുനിക ആശയങ്ങളൊക്കെ കടന്നു വന്നത് ഇസ്ലാമിന് ദോഷകരമായി ബാധിച്ചുകൊണ്ടാണ്. ഒരുപാട് മുസ്ലിം രാഷ്ട്രങ്ങളും മറ്റും തകരാൻ കാരണമായതും ഈ ആശയങ്ങൾ കടന്നു വന്നതുകൊണ്ടാണ്. എന്നാൽ ഇസ്ലാമിൽ ആകട്ടെ ഓൾറെഡി ഈ ജസ്റ്റിസ്, റൈറ്റ്സ്, ഡിഗ്നിറ്റി ഈ വക കാര്യങ്ങളൊക്കെ ഇസ്ലാമിൽ ഓൾറെഡി പറയുകയും അതൊക്കെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംവാദത്തിലൂടെ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മോഡറേറ്റർ, മറ്റു എൻ്റെ സഹസംവാദകരെ, നാം ഇവിടെ സംവാദിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ആധുനിക ചിന്താഗതി ഇസ്ലാം സമൂഹത്തിന് ഗുണകരമാണോ ദോഷകരമാണോ എന്ന വിഷയത്തിലാണ്. അതിൽ ഒരിക്കൽ ഗുണകരമല്ല എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. മറ്റു സംവാദകർ പറഞ്ഞതുപോലെ തന്നെ ഈ ആധുനിക ലോകത്ത് ഉള്ളെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ആശയങ്ങളും സ്വീകരിക്കുന്നതിലൂടെ ഓരോ സമൂഹത്തിനും അത് ഗുണകരമാണ് എന്നത് തന്നെയാണ്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട സത്യാവസ്ഥ എന്ന് വെച്ചാൽ ഇത് വരുന്നതോടുകൂടി ആ സമൂഹത്തിലെ ഓരോ മതാനുഷ്ഠാനങ്ങളിൽ നിന്നുകൊണ്ട് അവർ നോക്കുമ്പോൾ അത് ശരിയാണ് എന്ന് കരുതിക്കൊണ്ട് അവർ മതമൂല്യങ്ങളെ പാടെ ഒഴിവാക്കിക്കൊണ്ട് അവ നിരസിച്ചുകൊണ്ടാണ് അവർ അത് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ തീർത്തും അപകടകരമായ ഒരു കാര്യത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹദീസ് നോക്കിയാൽ നമുക്ക് കാണാം, ഇന്നൽ ഹയാവുൽ ഈമാന ഖറൻ ജമിയൻ വൈദാ റുഫിയൽ അഹദുമാ റുഫിൽ ആഖിർ. തീർച്ചയായും ഈ ലജ്ജയും ഈമാനും അവ ഒരു ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് ഉയർന്നാൽ പിന്നെ ഈമാൻ മറ്റതും ഉയരും എന്ന് വെച്ചാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഉടലെടുത്ത ഇപ്പോൾ ലിബറൽ ചിന്താഗതി ആയിക്കോട്ടെ, അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് അങ്ങനെ ചിന്താഗതി വരുന്നതോടുകൂടി ഒരു മുസ്ലിം എന്ന നിലയിൽ ഒരാൾ നോക്കിക്കാണുമ്പോൾ അത് ശരിയാണെന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മതമൂല്യങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട് അവ ലജ്ജയും പാടെ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഈമാനും നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും അദ്ദേഹം ആ ലിബറൽ ചിന്തയിലൂടെ ഒരു രാജ്യത്തിന്റെ മതമൂല്യങ്ങൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ആ ഒരു പെർസ്പെക്റ്റീവിൽ മതത്തെ നോക്കിക്കാണുന്നത് തീർത്തും ഗുണകരമല്ല, ദോഷകരമാണ് സംഭവിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ വാദിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട മോഡറേറ്റർ, എൻ്റെ പ്രിയ സംവാദകരെ, ആധുനിക ആശയങ്ങൾ ഇസ്ലാമിന് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് ഗുണകരമാണോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ അത് തികച്ചും ഗുണകരമല്ല. ഏത് തരത്തിൽ നോക്കിയാലും ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും കോട്ടം സംഭവിക്കുന്നതിലേക്ക് അത് എത്തുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എതിർഭാഗത്തു നിന്ന് സംവാദകൻ പറയുകയുണ്ടായി, നമ്മൾ ഓരോ കാലത്തിനനുസരിച്ചും മുന്നേറേണ്ടതുണ്ട്, ഇസ്ലാം അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന്. ആ അഡാപ്റ്റേഷനുകളിൽ പുതിയ ആശയങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിൽ കോട്ടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ മാത്രം, ഇസ്ലാമിന് കോട്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രം മാറ്റി നിർത്തിയാൽ മതിയെന്ന്.
അത് തന്നെയാണ് ഞങ്ങളും ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇസ്ലാമിൽ കോട്ടം സംഭവിക്കുന്ന പല ആശയങ്ങളും അഥവാ മോഡേൺ ആശയങ്ങൾ പലതും എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിവൈൻ ഗൈഡൻസ്, അള്ളാഹുവിൽ നിന്നുള്ള ഡിവൈൻ ഗൈഡൻസിൽ നിന്ന് മനുഷ്യനെ അവൻ്റെ ജീവിതത്തെ വേർതിരിക്കുക എന്നുള്ള മെറ്റീരിയലിസ്റ്റ് ചിന്തകളിൽ നിന്നാണ് ഈ പറയപ്പെട്ട പല ആശയങ്ങളും ഉത്ഭവിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ള ഇസ്ലാമിൻ്റെ ഫൗണ്ടേഷനെയാണ് അതെന്താക്കുന്നത്, എതിർക്കുന്നത്. അപ്പോൾ സഹസംവാദകൻ ഇവിടെ പറയുകയുണ്ടായി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. അതിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം ഓൾറെഡി കംപ്ലീറ്റ് ആണ്. സൃഷ്ടാവാണ് ഇസ്ലാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. സൃഷ്ടാവാണ് ഈ പറയപ്പെട്ട ആശയങ്ങൾ കാര്യങ്ങളൊക്കെ പിന്നീട് വരുമെന്ന് പണ്ടേ ഖദറുകളായിൽ കണക്കാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സൃഷ്ടാവ് ഒരു മതം സൃഷ്ടിക്കുമ്പോൾ, ഒരു മതം നമുക്ക് നൽകുമ്പോൾ ഈ പറയപ്പെട്ട ആശയങ്ങൾ ഇതൊക്കെ സൃഷ്ടിച്ച അള്ളാഹു ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു മതമല്ലാണ്ട് നമുക്ക് തരികയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് പുറത്തു നിന്നുള്ള ഒരാശയവും സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇപ്പം നമ്മുടെ ഇസ്ലാമിൻ്റെ ഒരു ഓർഡർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇസ്ലാമിൻ്റെ ശരീഅത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ യൂണിറ്റിയും മോറൽ ജസ്റ്റിസ് മോറൽ ഓർഡർ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള സെക്യുലറിസം, ലിബറലിസം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമുമായിട്ട് യാതൊരു വിധത്തിലും ഒന്നിച്ചു പോകാത്ത കാര്യങ്ങളാണ്. ഈ സാധനങ്ങളൊക്കെ കുടുംബ തകർച്ച, പിന്നെ മോറൽ കൺഫ്യൂഷൻ, ഇതിലേക്കൊക്കെയാണ് നമ്മുടെ തലമുറയെ നയിക്കുന്നത്. ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ ആദ്യ റൗണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓപ്പൺ ചാൻസ് ആണ്. ലാസ്റ്റ് പറഞ്ഞു വെച്ച പോയിന്റിൽ നിന്ന് ചർച്ച തുടങ്ങാൻ തോന്നുന്നു. അഥവാ ഇത്തരം മോഡേൺ ആശയങ്ങൾ മുഴുവനും അതിൻ്റെ ബേസ് കിടക്കുന്നത് മെറ്റീരിയലിസം ആണ് എന്നാണ് വാദിച്ചത്. ആ ഒരു പോയിന്റിൽ നിന്ന് ചർച്ച തുടങ്ങാം. ഇപ്പോൾ ഇവിടെ അവസാനമായി ആമുഖത്തിൽ മറുഭാഗത്ത് പറഞ്ഞു, ഈ ലിബറലിസം പോലത്തെ ആശയങ്ങളിൽ ഇസ്ലാമുമായിട്ട് ഒരിക്കലും സമരസപ്പെട്ടു പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു ആർഗ്യുമെൻ്റാണ് അവിടെ വാദിച്ചത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പലരും പറയുന്നതാണ് ഈ ഒരു ആധുനിക ആശയങ്ങളുമായിട്ട് ഇസ്ലാമുമായി സമരസപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ലിബറലിസം എന്നുള്ള ആശയം എടുത്തു നോക്കുമ്പോൾ, ഇപ്പോൾ ജോൺ ലോക്കെ, ഫാദർ ഓഫ് ലിബറലിസം എന്നറിയപ്പെടുന്ന അദ്ദേഹം ഈ ഒരു ലിബറലിസത്തിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെ: ഒരു വ്യക്തിക്ക് കിട്ടേണ്ട സ്വാഭാവികമായിട്ടുള്ള അവകാശങ്ങൾ, അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, അതുപോലെ തന്നെ നീതി പോലുള്ള ആശയങ്ങളെയാണ്, ഇത്തരം ഒരു അവകാശങ്ങളെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്, മുന്നോട്ട് വെക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമ്മളൊരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ അഥവാ ഇസ്ലാമിക് കാഴ്ചപ്പാടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും ഈ ഒരു ആശയങ്ങൾ തന്നെയാണെന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അത് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് അവൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ അവൻ്റെ സമ്പത്തിനെ സംരക്ഷിക്കുക, അവൻ്റെ ജീവൻ, അവൻ്റെ അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഇസ്ലാമിക ശരീഅത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹിഫ്ദുൻ നഫ്സ്, ഹിഫ്ദുൽ മാൽ പോലത്തെ ഇതിൽ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഒരു വ്യക്തിയുടെ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഖുറാനിൽ പറയുന്നുണ്ട്, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു രീതിയിലുള്ള ബലപ്രയോഗവുമില്ല എന്നുള്ളത് ഖുറാനിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നീതിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഖുറാനിൽ പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്നുള്ളതിലൂടെ നീതിയുടെ മൂല്യത്തെ ഈ ഒരു അവകാശമായി പ്രതിഫലിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും. ഇനിയിപ്പോൾ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതെന്താണ്, ഖുറാനിൽ പറയുന്നത് ഖുലിൽ ഹഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ എന്നുള്ളത്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യവും, അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് അവന് സത്യം അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യവും, അതുപോലെ തന്നെ ഏത് മതവും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും, അതുപോലെ തന്നെ അവന് ലഭിക്കേണ്ട നീതിയുടെയും പറ്റിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആ ഒരു സാമൂഹ്യ രീതി തന്നെയാണ് ഈ ഒരു ലിബറൽ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ലിബറൽ ആശയങ്ങളെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് നിരാകരിക്കാനാവുക എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഒരു സംവാദകൻ സംസാരിച്ചതുപോലെ തന്നെ ഒരു ലിബറൽ ചിന്താഗതി വരുന്നതോടുകൂടി അതിനോട് കൂടെയാണ് സഹകരിക്കേണ്ടത് എന്ന് തന്നെയാണ്. അവർക്ക് കിട്ടേണ്ട നീതി, വ്യക്തി സ്വാതന്ത്ര്യം, അവയൊക്കെയാണ് ഈ ലിബറൽ ചിന്താഗതി മുന്നോട്ട് വെക്കുന്ന ആശയം എന്നുള്ളത്. പക്ഷേ ഈ ഒരു ചിന്താഗതി ഉടലെടുക്കുന്നതോട് കൂടെ അത് വലിയൊരു വിപത്തിലേക്കാണ് നയിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് വാദിക്കാനുള്ളത്. കാരണം 1960 കാലഘട്ടങ്ങളിലാണ് യൂറോപ്പിൽ ആദ്യമായി ഈ ലിബറൽ ചിന്താഗതി മുന്നോട്ട് വെക്കുന്നത്, അവരുടെ ആശയം. അതിന് ഒരുപാട് മുന്നേ അവർ ബാധിച്ചെടുത്തു. അതിനുശേഷം ഈ യൂറോപ്പ് പോലെയുള്ള
പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് ഉടലെടുത്തോടു കൂടി അവിടെയുള്ള ഓരോരുത്തർക്കും ലിബറൽ ചിന്താഗതി സ്വയം ജീവിക്കാനും തിരഞ്ഞെടുക്കാനുള്ള അവകാശങ്ങൾ മുന്നോട്ട് വെക്കുന്നതോടുകൂടെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ ഓരോ ഇങ്ങനെ ലിബറൽ ചിന്താഗതി മാത്രം മുന്നോട്ട് വെക്കുന്നതോടുകൂടെ അവിടെ ഈ ഡിവോഴ്സിന്റെ റേറ്റ് വളരെ കൂടുകയാണ്. അതുപോലെ തന്നെ ഈ 2 parents എന്നുള്ളത് 1 parent എന്നുള്ള ഓരോ റേഷ്യോ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഈ ജനിക്കുന്ന കുട്ടികൾ ഔട്ട്സ് ഓഫ് മാരേജ് എന്നീ ഈ റേഷ്യോ ഒക്കെ എടുത്തു നോക്കിയാൽ ഈ ലിബറൽ ചിന്താഗതിയിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നതോടുകൂടെ അവിടെ ഓരോ ആൾക്കാരുടെ അതിർത്തികൾക്കപ്പുറം അവരുടെ സ്വന്തം തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ അത് വലിയൊരു അപകടകരമായ ഒരു കാര്യത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഈ ലിബറൽ ചിന്താഗതി അപകടകരമാണ് എന്നാണ് വാദിക്കുന്നത്. ഇവിടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു അപകടകരമാണ്, അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ സ്വീകരിക്കുന്നത് മനുഷ്യർക്ക് ഒരു പുരോഗതിയിലേക്ക് നയിക്കുകയില്ല എന്നത് അതൊരു തെറ്റിദ്ധാരണയാണ്. ഇവിടെ നമ്മൾ ഇത്തരം ആശയങ്ങൾ എടുത്ത ഇസ്ലാമിക് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവരിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ മലേഷ്യ, പിന്നെ ഇന്തോനേഷ്യ, UAE പോലുള്ള ഇസ്ലാമിക് രാജ്യങ്ങൾ. ഇവിടെ അവർ കൊണ്ടുവന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം, മറ്റു സ്ത്രീ ശാക്തീകരണം പോലത്തെ ആശയങ്ങൾ കൊണ്ടുവരിക വഴി അവരുടെ എക്കണോമിക്കലി ഗ്രോത്ത് വളരെയധികം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ UNDP റിപ്പോർട്ട് പ്രകാരം അതായത് മലേഷ്യയിൽ 1990 അവരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 0.643 ഇതാണ് അവരുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റേറ്റ് ഉള്ളത്. ഇനി അത് 2024 വരുമ്പോൾ അത് 0.81 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആശയങ്ങൾ അല്ലെങ്കിൽ ആധുനിക ആശയങ്ങൾ സ്വീകരിക്കുക വഴി ഇതുപോലത്തെ രാജ്യങ്ങൾക്ക് പല മാറ്റങ്ങളും അല്ലെങ്കിൽ അതിൻ്റെതായ ഗ്രോത്തും ഉണ്ടായിട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ലിബറാലിസം സെക്ഷൽ ലിബറലിസം മാത്രമല്ല ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. മറ്റു റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് ടു ആക്ഷൻ പോലത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് മതങ്ങൾ സ്വീകരിക്കാനുള്ള അവകാശവും, അങ്ങനെ ഒരുപാട് പുതിയ ആശയങ്ങളും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആശയങ്ങൾ വെക്കുന്നതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ മേൽ പറഞ്ഞ ഓരോ രാജ്യങ്ങളിലും നടന്ന കണക്കെടുപ്പും മറ്റും നോക്കുമ്പോൾ അവിടെ ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുള്ളതായി നമുക്ക് കാണാം. പിന്നെ ഇപ്പോൾ സഹസംവാദകൻ പറഞ്ഞ പോലെ മലേഷ്യയിലും ഇന്തോനേഷ്യയിലൊക്കെ ഒരുപാട് പുരോഗമനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അതൊക്കെ സെക്യുലറിസം അല്ലെങ്കിൽ ലിബറലിസം ഈ ആശയങ്ങൾ, മോഡേൺ ആശയങ്ങൾ കടമെടുത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ തുർക്കി ഇറാൻ്റെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ജെ റിസർച്ചർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ടർക്കി ദ മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ടർക്കിയിലെ ഈ ലിബറൽ ആശയങ്ങൾ, സെക്യുലർ ആശയങ്ങൾ ഗവൺമെൻറ് കടത്തിയപ്പോൾ മതബോധവും പിന്നെ ഈ പുണ്യശീലങ്ങൾ ഇതൊക്കെ കുറയുകയും അവിടുത്തെ മതബോധങ്ങൾ വളരെയധികം കുറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇറാൻ്റെ ദ റൂട്ട്സ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ഇറാനിയൻ റവല്യൂഷൻ എന്ന നിക്കി ആർ കെഡിയുടെ ബുക്കിൽ അവർ പറയുന്നുണ്ട് സാമൂഹിക അസമത്വവും പിന്നെ എക്കണോമിക്കൽ ഡിക്രീസും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ ഈ രണ്ട് കൺട്രീസ്, ഈ വാദിക്കുന്ന ഭാഗം പറഞ്ഞ
കൺട്രീസ്, മലേഷ്യ, ഇന്തോനേഷ്യ പോലത്തെ കൺട്രീസും ടർക്കി, ഇറാനിയൻ കൺട്രീസ് എടുത്ത് നോക്കുകയാണെങ്കിലും സിമിലർ സിറ്റുവേഷൻസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ പുരോഗമനം ഇല്ലാതിരിക്കുകയും അവിടെ പുരോഗമനം ഉണ്ടായിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവിടുത്തെ പുരോഗമനത്തിന് ഉണ്ടായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അത് ലിബറലിസമോ അല്ലെങ്കിൽ മോഡേൺ ആശയങ്ങളോ അല്ല, അത് മറ്റ് പല ഫാക്ടേഴ്സും അതിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ലിബറലിസം പറയുകയാണെങ്കിൽ ലിബറലിസത്തിൻ്റെ കീ കോൺസെപ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻഡിവിജ്വലിസം എന്നുള്ളത്. ഇൻഡിവിജ്വലിസത്തിന് പിന്നെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഡിഫൈൻ ചെയ്യുന്നത് എ സോഷ്യൽ തിയറി ഫേവറിങ് ഫ്രീഡം ഓഫ് ആക്ഷൻ ഫോർ ഇൻഡിവിജ്വൽസ് ഓർ കളക്റ്റീവ് ഓർ സ്റ്റേറ്റ് കൺട്രോളോ അല്ലെങ്കിൽ സൊസൈറ്റിയോ ഇവരുടെയൊക്കെ മേലെ ഒരു ഇൻഡിവിജ്വലിൻ്റെ സെൽഫ് ഡെവലപ്മെൻറ്റിനെ ഫേവർ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ റാൽഫ് വാൽഡോ എമേഴ്സൺ പറയുന്നുണ്ട് എന്ത്, ടു ബി യുവർ സെൽഫ് ഇൻ എ വേൾഡ് ദാറ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി ട്രൈങ് ടു മേക്ക് യു സംതിങ് എൽസ് ഈസ് ദ ഗ്രേറ്റ് അക്കംപ്ലിഷ്മെൻറ്റ്. ഇതൊക്കെ അഥവാ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു റിലീജിയൻ നിങ്ങളൊരു കാര്യമാക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടേതായിട്ട് സെൽഫ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെയൊക്കെ എതിർത്തുകൊണ്ട് സെൽഫ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥ സക്സസ് ഉള്ളത് എന്നാണ്. അപ്പോൾ ഈ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് സൊസൈറ്റിയോ അതോ ഇസ്ലാം പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് ഉമ്മത്തിയത്ത് എന്ന് പറയുന്നുള്ളത്. ഇതിനെയൊക്കെ ഇതിനെയൊക്കെ കോട്ടം സംഭവിക്കുന്നതായിട്ടുള്ള ആശയങ്ങളാണ് ഈ ഇൻഡിവിജ്വലിസം ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. നമ്മളിപ്പോൾ ഈ അടുത്ത് തൊപ്പിയുടെ ഒരു ലൈവിൽ ഒരു സംഭവം ഉണ്ടായി, അഥവാ ഫലസ്തീനെ അനുകൂലിക്കുന്ന ആളുകൾ ഫലസ്തീനെ പറ്റി എന്തെങ്കിലും പറയാൻ തൊപ്പിയോട് ആവശ്യപ്പെട്ടപ്പോൾ ഫലസ്തീന് എന്ത് ഫലസ്തീൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ പിന്നീട് അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം പിന്നീട് ലൈവിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, പക്ഷെ അത് പബ്ലിക്കിൽ ആക്കണം എന്നില്ലല്ലോ. പിന്നെ എനിക്ക് ഒരുപാട് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഉള്ള ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇങ്ങനെ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താക്കും, ഇല്ലാതാക്കും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ മുസ്ലിം കൺട്രീസിലാണെങ്കിലും പലയിടത്തും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളെയും കാണാൻ സാധിക്കും. അവരൊക്കെ ഇൻഡിവിജ്വലിസം എന്ന ഒരു കീ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അഥവാ അവർ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്താൽ, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ സെൽഫ് ഡെവലപ്മെൻറ്റിൽ, അവരുടെ ബിസിനസ്സിൽ, അവരുടെ ഫെയിമിൽ കോട്ടം സംഭവിക്കുന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ ഉമ്മത്തിയത്തിന് താങ്കളിപ്പം പറഞ്ഞു ഒരുപാട് ആളുകളെയൊക്കെ നിങ്ങൾ ഉദ്ധരിക്കേണ്ടായി തൊപ്പിയുടെ വിഷയങ്ങളൊക്കെ. ഇങ്ങനെ അദ്ദേഹമൊക്കെ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു ഇസ്ലാമികമായിട്ടുള്ള ഇങ്ങനെ ഒരാൾ ഒരു ഇൻഡിവിജ്വലി ഇസ്ലാമിക് മൂല്യങ്ങൾ ഇസ്ലാമിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ അനുസരിച്ച് അവൻ്റേതായിട്ടുള്ള പുരോഗതിക്ക് അവൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, അവൻ മറ്റു കോട്ടങ്ങളൊന്നും തട്ടാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ എവിടെയാണ് അതിന് പ്രശ്നം, കോട്ടം തട്ടുക എന്നുള്ളത് നാം മനസ്സിലാക്കണം. അങ്ങനെ ഒരാൾ വളർന്നു വന്ന് സൊസൈറ്റിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുകയും അതുപോലെ തന്നെ അവൻ്റേതായിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണെങ്കിലും അവന് അതൊരു നേട്ടമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇത്തരം ആളുകൾ തൊപ്പീൻ്റെ വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതിനു മുമ്പും ഒരുപാട് ഇസ്ലാമിനെ തന്നെ അദ്ദേഹം നിരന്തരമായിട്ട് തള്ളിപ്പറയുന്ന ആയിട്ട് കണ്ടിട്ടുണ്ട്. അവിടങ്ങളിൽ ഇത്തരം ആളുകൾ ഈ ഇൻഡിവിജ്വൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാമിനെ എതിർക്കുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു പോകുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഹെൽപ്പുകളും ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇസ്ലാമിക മൂല്യങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹം എതിർത്ത് പറയുന്നുമില്ല എങ്കിൽ എന്തിനാണ് അദ്ദേഹത്തെ നമുക്ക് മാറ്റി നിർത്തേണ്ടി വരിക? അദ്ദേഹത്തെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അദ്ദേഹം ആ രീതിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഹെൽപ്ഫുള്ളായി മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഈ ഒരു ഇൻഡിവിജ്വലിസത്തിനെ പോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ ഒരുപാട് പൈകേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഫെമിനിസം ഇസ്ലാമിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഫെമിനിസം എന്ത് ചെയ്യുക, നമുക്കറിയാം ഫെമിനിസം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും എന്തുണ്ട്, ഇസ്ലാം സംസാരിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ച കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം. ഒരുപാട് പ്രൊമിനൻ്റ് ആയിട്ടുള്ള സ്കോളേഴ്സ് പോലും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇസ്ലാം നോളജിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ്. അവിടെ ഇന്ന് സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ
അതിന് ഒരുപാട് പിറകോട്ട് പോയിട്ടുണ്ട്. അവിടെ സ്കോളേഴ്സ് ചെയ്യേണ്ട ഒട്ടനവധി ഒരുപാട് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതിരിക്കുമ്പോഴാണ് ഇവർക്ക് സംസാരിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഈക്വൽ പേയ്മെന്റിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള വേതനം കിട്ടണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫെമിനിസം എന്ത് ചെയ്യുന്നത്, അവർ നിലകൊള്ളുന്നത് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൃത്ത് ഇവിടെ ഫെമിനിസത്തിനെ മെൻഷൻ ചെയ്യുകയുണ്ടായി. ഫെമിനിസത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടതാണ് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് എന്ന് പറയുന്ന ഫെമിനിസത്തിൻ്റെ പയനീർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ആ യുവതിയെക്കുറിച്ച്. ഇവർ 18-ാം നൂറ്റാണ്ടിൽ ഈ ഒരു ഫെമിനിസം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോൾ ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഡിനൈ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് അവരുടെ വീടുകളിലാണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും വോട്ട് പരമായ അങ്ങനത്തെ പല കാര്യങ്ങളിലും അവരുടെ അവകാശങ്ങൾ ലഭിക്കാതെ വരുന്ന സമയത്താണ് ഇവർ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. നമ്മളിപ്പോൾ ബ്രിട്ടാനിക് എൻസൈക്ലോപീഡിയ തരുന്ന ഒരു ഡെഫിനേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ബിലീഫ് ഇൻ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ഓഫ് ദ സെക്സസ്. അതായത് സോഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ അവകാശം കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഫെമിനിസത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 4 വേവ്സ് ആയിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ഇതിന്റെ തുടക്കകാലത്ത് ഉള്ളതിനെ, അതായത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായുള്ള ആദ്യത്തെ വേവ് എന്ന് പറയുമ്പോൾ ആ ഒരു വേവിൽ ഇവർ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് വോട്ടിനാണെങ്കിലും എഡ്യൂക്കേഷനാണെങ്കിലും ഒക്കെ നിയമത്തിന്റെ കീഴിൽ ഒരുപോലത്തെ ട്രീറ്റ്മെന്റ് നൽകുക എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷെ ഇത് അവർ റിലീജിയസ് ആയിട്ടുള്ള അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള പല റോളുകളും റിജക്റ്റ് ചെയ്യുന്നതിലേക്ക് പിന്നീട് വരികയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ രണ്ടാമത്തെ വേവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 960 മുതൽ 980 വരെയുള്ള കാലഘട്ടമാണ്. ഇതിലവർ കൂടുതൽ ഒന്നുകൂടി സോഷ്യലായിട്ട് അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് അവർ മുന്നോട്ട് വരുന്നത്. അതായത് നമുക്കിങ്ങനെ മനസ്സിലാക്കാം ഫെമിനിസം ഇങ്ങനെ അതിൻ്റെ ഒരു തീവ്രതയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അവർ പല ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ റോൾസിനെയും അവർ റിജക്റ്റ് ചെയ്തു. അതുപോലെ മാരേജ് ആണെങ്കിലും മദർഹുഡ് ആണെങ്കിലും ഇതിനൊക്കെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് പക്ഷെ പുരുഷന്മാർ വർക്ക് ചെയ്യുന്ന പോലെ അവർക്ക് ചെയ്യാൻ പറ്റാതെ വരികയും ഇതവർക്ക് കൂടുതൽ സ്ട്രെസ്സും ലോൺലിനെസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് മാനസികമായ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ വേവിലേക്ക് കടക്കുകയാണെങ്കിൽ 990 മുതൽ ഈയിടെ 2010 വരെയുള്ള ഈ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ അവർ കൂടുതൽ ഐഡന്റിറ്റി, ഡൈവേഴ്സിറ്റി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഇടപെട്ട് കൂടുതൽ ഫെമിനിസം ഏകദേശം ഒരു തീവ്രതയിലേക്ക് എത്തി. ആ സമയത്ത് ഉണ്ടായ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർ ഇൻഡിവിജ്വലിസം അതുപോലെ എക്സ്ട്രീം സെക്ഷൽ ഫ്രീഡം ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ മുന്നോട്ട് വെച്ച് ഇതിനുവേണ്ടി കൂടുതൽ മൂവ്മെന്റുകൾ, ഇതിനുവേണ്ടി കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതുപോലെ അവർ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി പോലത്തെ പല മതങ്ങളെയും പാട്രിയാർക്കൽ എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കി വരികയാണ്. അതായത് ഫെമിനിസം തുടക്കത്തിലുള്ള ഫെമിനിസത്തിൽ നിന്നും ഒരുപാട് മാറി മൂന്നാമത്തെ വേവ് എത്തിയപ്പോഴേക്കും ഒരുപാട് മാറി എന്തോ ഒരു തീവ്രമായ ഒരു ആശയത്തിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ നാലാമത്തെ വേവ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഫെമിനിസം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ കൂടുതൽ സെക്ഷൽ അബ്യൂസ് എക്സ്പോസ് ചെയ്ത് ഒരു അതിതീവ്രമായ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. ഇത് മൊത്തത്തിലൊരു സമൂഹത്തിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇസ്ലാമിക ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഖിലാഫത്തിലാണെങ്കിലും മുഷാവറയിലാണെങ്കിലും മറ്റു സോഷ്യൽ റോള് അങ്ങനത്തെ കാര്യങ്ങൾ, അതോറിറ്റി അങ്ങനത്തേലൊക്കെ പുരുഷന്മാരാണുള്ളത്. കാരണം പുരുഷന്മാരാണ് അതൊക്കെ ചെയ്യേണ്ടത്. സ്ത്രീകൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഇസ്ലാമിൽ മറ്റു അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് പുരുഷന്മാർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ ആണ് ഈ ഖിലാഫത്തിലും മറ്റതിലൊക്കെ ഉള്ളത്. അപ്പോൾ തികച്ചും ഈ ഒരു വാദം ഫെമിനിസം ഇസ്ലാമിൽ ദോഷകരമായി തന്നെയാണ് ബാധിക്കുക. ഇവിടെ സുഹൃത്ത് പറഞ്ഞു ഫെമിനിസം ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ വളരെയധികം അതിൻ്റെ അടിത്തറകളെ ഇളക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രകോപിതമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാകണമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഇസ്ലാമിക് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി തന്നെ നോക്കാം. ആയിഷ ബീവി അക്കാലഘട്ടത്തിൽ സ്വഹാബികൾ ആയിഷ ബീവിയെ പല രീതിയിലും മസ്അല ചോദിക്കാനും അങ്ങനെ അവിടുത്തെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും മറ്റു ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാനുമെല്ലാം അവരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ
ഖദീജ ബീവിയെ നോക്കുകയാണെങ്കിൽ ഖദീജ ബീവി ഒരു കച്ചവടക്കാരിയായിരുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞു സ്ത്രീകൾക്ക് അതിൻ്റെ റോളില്ല, അവർക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഖദീജ ബീവി കല്യാണം കഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. പക്ഷേ തങ്ങൾ അതിനെ വിലക്കിയിട്ടുമില്ല. ശേഷം ഖദീജ ബീവി അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, പക്ഷെ അതിന് വിലക്കിയിട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പിന്നെ മറ്റൊന്നാണ് അതോറിറ്റിയുടെ വിഷയം പറയുമ്പോൾ അബ്ബാസി ഖിലാഫത്തിലെ മുഖ്തദിർ ബില്ല അബു ജാഫർ എന്നവരുടെ ഉമ്മ, അദ്ദേഹം ഒരു കുട്ടിയായിരുന്നപ്പോൾ അവിടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഒരിക്കലും ഫെമിനിസം ഇസ്ലാമിനെ തകർച്ചയിലാക്കാണ് നയിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ആശയങ്ങൾ തകർച്ചയിലാക്കാണ് നയിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. മാത്രമല്ല ഖുർആൻ 4-ാം അധ്യായം സൂറ 32-ാം സൂക്തം ലിരിജാലി നസീബു മിമക്തസബു വലിൻ നിസാഇ നസീബു മിമക്തസബൻ, സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് അവരുടെ സമ്പാദ്യത്തിൽ അവകാശമുള്ളതുപോലെ സ്ത്രീകൾക്കും അവരുടെ സമ്പത്തിൽ അവകാശമുണ്ട്. അവിടെ സ്ത്രീയെ അവരുടെ കാര്യങ്ങളിൽ ഖുർആൻ അതിൻ്റെതായ രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖൈറുക്കും ലിനിസാഇ വന ഖൈറുക്കും ലിനിസാഇ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ, ഏറ്റവും നല്ലവരായ ആളുകൾ നിങ്ങളുടെ സ്ത്രീകളോട് നല്ലതായി നിൽക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ എൻ്റെ സ്ത്രീകളോട് ഏറ്റവും നന്നായി നിൽക്കുന്നത് ഞാനുമാണ്. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇസ്ലാമിക വീക്ഷണങ്ങൾ ഇത്രത്തോളം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഫെമിനിസം അത്രത്തോളം ഇസ്ലാമിനെ തകർച്ചയിലേക്കും മറ്റും നയിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ മതസംവാദകൻ സംസാരിച്ചതുപോലെ തന്നെ ഫെമിനിസത്തിന്റെ ഒരു എതിർവശം എടുത്തു നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പേർഷ്യൻ ഡൈനാസിറ്റി, അതായത് അബ്ബാസിയ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ഭരണാധികാരിയായ മുത്തത്തും ബില്ല അദ്ദേഹത്തിന്റെ 13-ാം വയസ്സിൽ അദ്ദേഹം ഭരണം ഏറ്റെടുക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ മാതാവ് ആ ഭരണം നടത്തുകയും ചെയ്തു. അതിനുശേഷം ഈ ഭരണത്തിൽ ഒരുപാട് കലഹങ്ങളും അധികാര വികേന്ദ്രീകരണങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അത് വലിയൊരു നാശത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അതിനുശേഷം ഭരണാധികാരി മരണപ്പെടുകയും കിസ്രയുടെ മകൾ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതിനുശേഷം ആ ഭരണം വളരെ മോശാവസ്ഥയിലേക്ക് നയിക്കുകയും തോൽവിയാണ് അവിടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളെ ഭരണ പ്രക്രിയയിലേക്കും മറ്റു മുൻപന്തിയിലേക്ക് നയിക്കുന്നത് വളരെ ദോഷകരമാണെന്ന് തന്നെയാണ് വാദിക്കാനുള്ളത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ലൻ യഫ്ലഹ ഖൗമുൻ വല്ലൗ അമറുഹും ഇംറാത്ത്, ഒരു രാജ്യത്തിന്റെ ഭരണം സ്ത്രീയുടെ കയ്യിൽ കിട്ടിയാൽ അത് വിജയകരമാവുകയില്ല എന്ന് തന്നെയാണ്. അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സ്ത്രീയെ ഓരോ കാര്യങ്ങളിലേക്കും ഓരോ ആധുനിക പ്രക്രിയയിലേക്കും മുന്നിട്ട് കൊണ്ടുവരുമ്പോൾ അത് വളരെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. ഇതൊരു ഫെമിനിസം മാത്രമല്ല, ഒരു സെക്കുലർ ചിന്താഗതി, ലിബറൽ സെക്കുലർ ചിന്താഗതി വന്നതോടുകൂടെ ഈ തുർക്കി പോലുള്ള മുസ്ലിം രാജ്യങ്ങളിൽ വളരെ അധംപതനമാണ് നടന്നിട്ടുള്ളത്. ഈ പുതിയ ആധുനിക ചിന്തകൾ എന്ന് പറയുമ്പോൾ സോഷ്യലാവാം, പൊളിറ്റിക്കലാവാം, അല്ലെങ്കിൽ ഫിലോസഫിക്കലാവാം, എഡ്യൂക്കേഷണലാവാം, എല്ലാ മേഖലയിലും ആ ചിന്തകളുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലിബറലിസം പറഞ്ഞു, ഫെമിനിസം, ഇൻഡിവിജ്വലിസം ഒക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരു ഫിലോസഫിക്കൽ മേഖലയിൽ വന്നൊരു ഇപ്പോൾ NEP പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന ഒരു പുതിയ മാറ്റമാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്, റീസണിങ്ങിനൊക്കെ ഉള്ള ഒരു കൂടുതൽ സ്വാധീനം. അത് പഠന മേഖലയിൽ, വിശ്വാസ മേഖലയിൽ ഒക്കെ അതിൻ്റെതായ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ റീസണിങ്, ഇത്തരം ആശയങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിനെ ബാധിക്കുന്നത്? ഇവിടെ മോഡറേറ്റർ പറഞ്ഞത് പോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് അത് ഇസ്ലാമിന് ഒരു തരത്തിലും ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം മൂല്യങ്ങൾ മുമ്പേ ഉള്ളതാണ്. ഇതിനൊരു മോഡേൺ ഐഡിയോളജി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം
ഫിഖഹിൻ്റെ കിതാബുകൾ എടുത്താൽ, ജൂറിസ്പ്രുഡൻസ് എടുത്ത് നോക്കിയാൽ അതിൽ തന്നെ പണ്ഡിതന്മാർ കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ഈ ഇത്തരം ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെയും റീസണിങ്ങിലൂടെയും ഹദീസുകളും മറ്റും ശേഖരിച്ചുകൊണ്ട് ഇതിലെന്താണ് പറയുന്നതെന്ന് പറഞ്ഞ് അവസാനം അവർ ചെയ്യുന്നത് എന്താണ്, അവരുടെ ക്രിട്ടിക്കലായിട്ടുള്ള എബിലിറ്റിയും അതുപോലെ തന്നെ മറ്റു റീസണിങ്ങും വെച്ചിട്ട് അതിനൊരു കൃത്യമായിട്ടുള്ള പരിഹാരം കാണുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഏത് തരത്തിലാണ് ഇത് ഇസ്ലാമികമല്ലാതെ ഇസ്ലാമിനെ യോജിച്ചു പോകാൻ സാധിക്കാത്തതായിട്ട് മുന്നോട്ട് പോവുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമുക്കറിയാം ഇജ്മാ ആയാലും ഖിയാസ് ആയാലും ഇതിലൊക്കെ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരമമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഏത് തരത്തിലാണ് ഇത് ഇസ്ലാമിന് എതിരായി മാറുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോ ശാസനവാദകൻ അവിടെ പറയുകയുണ്ടായി, അഥവാ റാഷണലിസം. ഇപ്പൊ ഈ മോഡേൺ ആശയങ്ങളിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ അല്ലെങ്കിൽ റീസണിങ്ങിനെ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ആശയം എന്ന് പറയുന്നത് റാഷണലിസം ആണല്ലോ. റാഷണലിസം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയാ, ഇസ്ലാമിൽ റാഷണലിസം ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇസ്ലാമിൽ അഫ്ലാ തതബ്ബറൂൻ, അഫ്ലാ തഅഖിലൂൻ, അഫ്ലാ തതഫക്കറൂൻ, ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെങ്കിൽ ഈ റാഷണലിസത്തിന്റെ വിഷയം, റാഷണലിസം, ഇസ്ലാമിക് റാഷണലിസം പിന്നെ മോഡേൺ റാഷണലിസം, ഇത് രണ്ടും വളരെയധികം ഡിഫറൻസ് ഉണ്ട്. ഇതിന്റെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മുസ്ലിം മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അഥവാ മനുഷ്യന്റെ ബുദ്ധിക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ, അഥവാ ഈ ദൈവികമായ കാര്യങ്ങളിൽ മനസ്സിലാക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു ലിമിറ്റിനെ പുഷ് ചെയ്തുകൊണ്ട് ഓവർ റാഷണലിസത്തിലേക്ക്, എക്സ്ട്രീം റാഷണലിസത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോ എന്താ പറയാ, ഗസാലി ഇമാമിന്റെ സഫാഖത്തുൽ ഫലാസഫ എന്ന് പറയുന്ന കിതാബ്, അഥവാ ഇൻഹറൻസ് ഓഫ് ഫിലോസഫി എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ബുദ്ധിയിലൂടെ എല്ലാം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത് അദ്ദേഹം അവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, എന്ത്, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് കുറച്ച് ഇൽമു മാത്രമേ നമ്മൾ തന്നിട്ടുള്ളൂ, അതിലപ്പുറം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളോട് പറയുന്നുണ്ട്, എന്ത്, നിങ്ങളുടെ റീസണിങ്, നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇതിലൂടെ മനസ്സിലാക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. അപ്പോൾ ഓവർ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക്, റീസണിങ്ങിലേക്കൊക്കെ പോകുന്നത് ഡാനിയൽ ഹക്കീഖത്ത് ജോ അദ്ദേഹത്തിന്റെ പിന്നെ മോഡേണിസ്റ്റ് മെനസ് ഓഫ് ഇസ്ലാം, മോഡേണിസ്റ്റ് മെനസ് ടു ഇസ്ലാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ഇന്റലിജൻസ് ലീഡ്സ് ടു അത്തൈസം, പിന്നെ അങ്ങനെ ഒരുപാട് പുതിയ ആശയങ്ങളിലേക്ക്, പുതിയ എന്താ പറയാ, മതത്തെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് ആളുകളെ നയിക്കുന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഈ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യം മാത്രമാണ് എന്ത്, റാഷണലിസം. സെക്യുലറിസം എന്ന് പറയുന്നത് നമ്മൾ പറയാൻ വിട്ടൊരു കാര്യമാണ്. നേരത്തെ ലിബറലിസം പറയേണ്ടതായിരുന്നു. പക്ഷെ സെക്യുലറിസം എന്ന് പറയുന്നത് ഈ ലിബറലിസം പോലെ തന്നെ ആളുകൾക്ക്, മുസ്ലിം സൊസൈറ്റിയിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു ആശയം എന്ന് പറയുന്നത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്നത് മതനിരപേക്ഷതയാണ്. അഥവാ ഒരു മതത്തിനും ഒരു പ്രാധാന്യവും കൊടുക്കാത്ത സംഭവമാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. സ്റ്റേറ്റ്, മതം രണ്ടും വേറെ വേറെ നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്സിലൊക്കെ മതമാണ് മെയിൻ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സെക്യുലറിസവും റാഷണലിസം പറഞ്ഞ പോലെ തന്നെ മതവുമായിട്ട് ഒരിക്കലും ഒത്തുപോകുന്നതല്ല. ഇപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ റാഷണലിസത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അമിതമായ യുക്തിപരമായ ചിന്തയിലൂടെയാണ് ഇപ്പോൾ എത്തിസം പോലത്തെ ഇതിലൂടെ പോകുന്നതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ അറിവിൻ്റെ ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ബുദ്ധിയിലൂടെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു റാഷണലിസം അഥവാ യുക്തിപരമായി ചിന്തിക്കുന്നത് ഒരു നിയന്ത്രണമില്ലാതെ ഒരു നിയന്ത്രണത്തിൻ്റെ ഉള്ളിലാകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇസ്ലാമിക ഒരു റൂളിൻ്റെ ഉള്ളിലാകുമ്പോൾ അതിലൂടെ നമ്മൾ യുക്തിപരമായി ചിന്തിച്ചുണ്ടാക്കുന്ന പുരോഗതിയും പുനർജീവനങ്ങളും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ട് സൊസൈറ്റിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ നീതിയും അതുപോലെ തന്നെ പുതിയ പദ്ധതികളും, അതിപ്പോൾ എഡ്യൂക്കേഷനിലാണെങ്കിൽ അങ്ങനെ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ
നാസർ സെയ്ദ് ഹുസൈൻ ഫസലുർ റഹ്മാൻ മുഹമ്മദ് ഇഖ്ബാൽ എന്നൊരു, ഇപ്പോൾ മുഹമ്മദ് ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇസ്ലാമിക് തോട്ട് ഇൻ ഇസ്ലാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇത്തരം രീതിയിൽ യുക്തിപരമായ മതത്തിന്റെ എന്താ പറയുക, മതനിയന്ത്രണത്തോടു കൂടി യുക്തിപരമായി ചിന്തിക്കുമ്പോൾ, യുക്തിപരമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കിപ്പോൾ സമൂഹത്തിൽ നീതിപരമായിട്ടും അതുപോലെ സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള പുരോഗമനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ആശയം ഇസ്ലാമിക സമൂഹത്തിൽ എന്താണ് ഗുണകരമായാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറഞ്ഞത് സെക്യുലറിസം എന്നുള്ള ആശയമാണ്. സെക്യുലറിസം എന്നുള്ള ആശയം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പോസിറ്റീവ് സെക്യുലറിസം എന്ന ഇതിലേക്ക് പോവുകയാണെങ്കിൽ ജോൺ ലോക്കെ, അതുപോലെ തന്നെ ചാൾസ് ടൈലർ എന്ന പ്രമുഖ ഫിലോസഫേഴ്സ് മുന്നോട്ട് വെക്കുന്നത്, അഥവാ ഭരണ സംവിധാനം നിയമവും മതനിരപേക്ഷിതമായിരിക്കണം എന്നാണ്. അഥവാ ഭരണം ഒരിക്കലും റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ മതം എന്താണ്, വ്യക്തിയുടെ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു പരിധിയിൽ ഒതുങ്ങിക്കൂടുക എന്നുള്ള ഒരു ഘട്ടമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അഥവാ ഇപ്പോൾ താരിഖ് റമദാനെ പോലുള്ള ഫിലോസഫേഴ്സ് മുന്നോട്ട് വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അഥവാ ഇത്തരം ഒരു സെക്യുലറിസം അഥവാ എന്ന ആശയം സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുന്നത്, അഥവാ നമുക്ക് ഫ്രീഡം ഓഫ് റിലീജിയൻ കിട്ടും, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫ്രീഡം, അതുപോലെ തന്നെ റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ അഥവാ ഈ മതപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മുക്തി ഉണ്ടാവും. ഇപ്പോൾ ഒരു രാജ്യത്ത് സെക്യുലറിസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് എന്താണ് ന്യൂനപക്ഷമാണ് ഒരു മതസംഘടന എങ്കിൽ അവർക്ക് അവിടെ എന്തുണ്ടാവും, അവരുടെ മതമൂല്യങ്ങൾക്കൊരു സംരക്ഷണം ലഭിക്കുമെന്നുള്ളത് ഇതിലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ സാമൂഹികമായിട്ടുള്ള ഒരു പുരോഗതിയും കൈവരിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇസ്ലാമിക് ഒരു വ്യൂ പോയിന്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞത്, ഇപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഖിലാഫത്തിൽ ശരിയ ആ ഒരു ലെവലിൽ ചിന്തിക്കുമ്പോൾ അന്ന് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു സെക്യുലർ ലെവൽ മോഡൽ രീതിയിൽ അല്ലെങ്കിൽ അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല എങ്കിലും ഇപ്പോൾ ഒരു അവിടുത്തെ ഇസ്ലാമിക ശരിയ എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനായി നോക്കുമ്പോൾ അവിടുത്തെ ഖാദി, പിന്നെ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മദീന ചാർട്ടർ എന്ന് പറയുന്ന ഒരു സംഘടന, പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇസ്ലാമിക ശരീഅത്തിന് കീഴിൽ യഹൂദികൾക്ക് അവർ തമ്മിൽ നീതിപരമായിട്ടും മുന്നോട്ട് പോയൊരു സംഘടനയാണ് അത്. അപ്പോൾ അതിലൂടെ എന്താണ്, അവരുടേതായിട്ടുള്ള മതകാര്യങ്ങളിലൊന്നും ഇടപെടാതെ അവരുമായി ഒത്തുപോവുകയും ഇതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സോഷ്യൽ യൂണിറ്റി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സെക്യുലർ മോഡലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഈ ഒരു സെക്യുലറിസം എന്നുള്ള ഒരു ആശയത്തിലൂടെ ഒരു സോഷ്യൽ യൂണിറ്റി എന്നുള്ള ഒരു ഗുണം നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ല, ഈ സെക്യുലറിസ്റ്റ് ആശയങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല. കാരണം ഇസ്ലാമിക ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് വന്നിട്ട് അവിടുത്തെ മുസ്ലിങ്ങളുടെ ജീവിതവും ശൈലികളും കണ്ടിട്ട് ആണ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നത്. നമുക്കറിയുന്നൊരു ചരിത്രമുണ്ട്. ഇസ്ലാമിന്റെ കൊടും ശത്രുവായിരുന്ന സുമാമത്ത് ബിൻ ഉസാലിനെ നബി തങ്ങൾ പിടിക്കുകയും പള്ളിയിൽ കെട്ടിയിടുകയും 3 ദിവസത്തിന് ശേഷമാണ് പിന്നെ വിട്ടയക്കുന്നത് ഭക്ഷണം. അപ്പോൾ 3 ദിവസത്തിന് ശേഷം വിട്ടയച്ചിട്ട് അദ്ദേഹം ആദ്യമായി ചെയ്യുന്നത് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. അത് ഇസ്ലാമിന്റെ ആ ഒരു ജീവിത ശൈലിയും രീതിയും ഒക്കെ കണ്ടിട്ടാണ്. പിന്നെ നമ്മൾ താത്താരികളെ കുറിച്ച് പറയുമ്പോൾ അവർ ചെങ്കീസ് ഖാന്റെ ഒക്കെ സൈന്യം അവർ മുസ്ലിങ്ങളായിരുന്നില്ല. പക്ഷേ അവിടെ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച അൽമീസ് ഖാൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇസ്ലാമിനെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സൈന്യവും ഇസ്ലാം സ്വീകരിച്ചു. ഇത് 10ാം നൂറ്റാണ്ടിലായിരുന്നു. എന്നാൽ 13, 14 നൂറ്റാണ്ടുകളായപ്പോഴേക്കും ചെങ്കീസ് ഖാന്റെ പേരമകനായിട്ടുള്ള ഭരണാധികാരി ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ചെങ്കീസ് ഖാന്റെ പേരമകൻ ഇസ്ലാം സ്വീകരിക്കുന്നതും ഇതുപോലെ തന്നെ ഇസ്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടാണ്. അങ്ങനെ ചെങ്കീസ് ഖാന്റെ പേരമകനും ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത് കൂടുതൽ ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സെക്യുലറിസം ആണെങ്കിലും ലിബറലിസം ആണെങ്കിലും ഒക്കെ ഒരു സോഷ്യൽ ഫ്രെയിംവർക്കിന്റെ ഉള്ളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ കുറച്ചുകൂടി ഫിലോസഫിക്കലി നോക്കുകയാണെങ്കിൽ ധാരാളം ഐഡിയോളജീസ് ഉണ്ട് ഇസ്ലാമിന് ഇതുപോലെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന. അതിലൊന്നാണ് എംപിരിസിസം എന്ന് പറയുന്നത്. എംപിരിസിസത്തിന്റെ ഡെഫിനേഷനായിട്ട് കോളിൻസ് ഇംഗ്ലീഷ് ഡിക്ഷണറി നൽകുന്ന ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ ബിലീഫ് ദാറ്റ് പീപ്പിൾ ഷുഡ് റിലൈ ഓൺ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെന്റ്സ് റാദർ ദാൻ
ഓൺ തിയറീസ് എന്നാണ്. അതായത് ആളുകൾ, ഓരോ ഇൻഡിവിജ്വൽസ് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് വിശ്വസിക്കാൻ പറ്റുന്നത്. മറ്റു തിയറീസ് കാര്യങ്ങൾ ബേസിസ് ചെയ്തുകൊണ്ട് അത് അറിവായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. ഈ വക ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറെ ഐഡിയോളജീസ് കൊണ്ട് നമ്മളെ ഇസ്ലാമിനെ ദോഷകരമായി ബാധിക്കുന്നത്. ഞങ്ങൾ സെക്കുലറിസത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ സെക്കുലറിസം ഉള്ളപ്പോൾ ഇസ്ലാം എവിടെയാണ് സെക്കുലറിസത്തെ വിലക്കുന്നത് എന്ന് കൂടി ചൂണ്ടിക്കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ. നമുക്കറിയാം ഇസ്ലാമിൽ തന്നെ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നല്ലേ. അപ്പോൾ ഹിദായത്തിലേക്ക് ഒരാൾ വരും, ബലാത്കാരമായിട്ട് ഒരാളെ ദീനിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. അത് അള്ളാഹു താല അവന് ഹിദായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് എന്ത് ചെയ്യും, സന്മാർഗത്തിലേക്ക് വരികയും തന്നെ ചെയ്യും എന്നുള്ള കാര്യമാണ്. അതിപ്പം ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ട് അന്ന് റസൂലിന്റെ കാലത്ത് തന്നെ ലക്കും ദീനുക്കും വലിയതി എന്ന് പറയുന്ന ഖുർആനിക അധ്യാപനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. അവിടെ എന്ത് ചെയ്യണം, മുസ്ലിം ലൈഫ് ഞാൻ കുറച്ചുകൂടി അതിനെ ബെനിഫിറ്റ് ആയിട്ട് കാണുന്നത് സെക്കുലർ സ്റ്റേറ്റിൽ ജീവിക്കുമ്പോൾ കുറച്ചുകൂടി ആളുകൾ, ഒരു മുസ്ലിം കേവലം ഒരു ഇസ്ലാമിക് കൺട്രികളിൽ മാത്രം ഒതുങ്ങിക്കൂടി താമസിക്കുന്നതിലപ്പുറം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഒരു വലിയ സാധ്യത ഈ സെക്കുലർ സ്റ്റേറ്റിൽ സെക്കുലറിസത്തെ നമ്മൾ എന്ത് ചെയ്യുന്ന രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുകയാണ്. ഇന്ന് അമേരിക്കയിലും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത്തരത്തിലാണ് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത്. അപ്പോൾ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് സെക്കുലറിസത്തെ എതിർക്കാൻ സാധിക്കുക? നിങ്ങൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എംപിരിസിസം. എംപിരിസിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പിസ്റ്റമോളജി എടുത്തു നോക്കുമ്പോൾ, എപ്പിസ്റ്റമോളജി നമ്മളൊന്നും തള്ളുന്നില്ലല്ലോ. നമ്മൾ വഹി, അതുപോലെ തന്നെ ടെസ്റ്റൽ ആയിട്ടുള്ള, അതുപോലെ റാഷണൽ ആൻഡ് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള നോളജ്. ഇവിടെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള നോളജ് അത് തന്നെയാണ് ഇസ്ലാമിനെ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹായിച്ചത്. അതിന്റെ കണക്കുകൾ പറയുകയാണെങ്കിൽ ഖുറാനിക ആയത്ത് തന്നെ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഖുറാനിക ആയത്ത്, ഫല എന്താണ്, നിങ്ങൾ മലകളെ കാണുന്നതിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് ആയത്തുകളുണ്ട്. ഫലായി കൈഫ ഖുലിഖത്ത് വൈലസ്സമായി കൈഫ റുഫിയത്ത്, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള ഓൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ വിജ്ഞാനത്തെ ഓൾക്ക് അവരുടെ വിശ്വാസത്തെ കുറച്ചുകൂടി ദൃഢമാക്കാൻ സാധിക്കും. നമുക്കറിയാം ലോകത്ത് പ്യൂർ റിസർച്ച് സെന്റർ നടത്തിയിട്ടുള്ള US മുസ്ലിംസ് 2017 എന്ന് പറയുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് 15 to 20% ഓഫ് മുസ്ലിം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ബൈ എക്സ്പീരിയൻസ് ഓഫ് ഇസ്ലാമിക് ജസ്റ്റിസ്, ഇസ്ലാമിക് ഹാർമണി ആൻഡ് ഹോണസ്റ്റി, ഇത്തരം കാര്യങ്ങളിലൂടെയാണ് അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതുപോലെ തന്നെ 56% ആളുകൾ ഇവിടെ യു കെയിൽ 2011 ഫെയ്ത്ത് മാറ്റർ റിപ്പോർട്ടിൽ പറയുന്നത്, 2011 റിപ്പോർട്ട് പറയുന്നത് 56% ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെയാണ്, അത്തരത്തിലാണ് കടന്നു വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എംപിരിസിസം നമുക്കൊരു തെറ്റായിട്ട്, നമുക്ക് ഒരു ദോഷകരമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിനെ കാണാൻ സാധിക്കും? ഇപ്പോൾ സംവാദകൻ പറഞ്ഞു, സെക്കുലറിസം അഥവാ ഒരു ഇസ്ലാമിക് കൺട്രിയിലേക്ക് സെക്കുലറിസം കൊണ്ടുവരുന്നതിലൂടെ മറ്റു മതസ്ഥർ, മുസ്ലിമീങ്ങളായ ആളുകൾ അവിടേക്ക് കടന്നു വരികയും അവർ ഇസ്ലാമിനെ കണ്ടുപഠിച്ച് എന്താവും, മുസ്ലിങ്ങളാവുകയും ചെയ്യും, ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞത് എപ്പിസ്റ്റമോളജിയാണ്, അതിലേക്ക് നമുക്ക് കടന്നു വരാം. എംപിരിസിസം ആണ്, അതിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ സെക്കുലറിസ്റ്റ് കൺട്രി, നമ്മുടെ ഇസ്ലാമിക് കൺട്രി അവിടുത്തെ ഇസ്ലാമിക മൂല്യങ്ങളെ പണയം വെച്ച് സെക്കുലറിസ്റ്റ് അല്ലെങ്കിൽ ലിബറൽ ചിന്താഗതികൾ കടമെടുത്ത് അവിടുത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോഴത്തെ ഇസ്ലാമിക് കൺട്രീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പണ്ട് മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഇസ്ലാമിക് കൺട്രീസിലൊക്കെ ആളുകൾ കടന്നു വന്നിരുന്നു. ദിമ്മിയ ഗാഫര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ടാക്സ് കൊടുത്ത് കടന്നു വന്നിരുന്നു. പിന്നെ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എംപിരിസിസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, എംപിരിസിസം പറയുന്നത് പൂർണ്ണമായും എക്സ്പീരിയൻസിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നോളജ് നേടണം എന്നാണ്. പക്ഷെ നമ്മൾ ഖുർആനിക സൂക്തമായിട്ടുള്ള ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന ആയത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നത് നിങ്ങൾ ദൃഷ്ടാന്തങ്ങൾ കാണണം. പക്ഷെങ്കിൽ ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ട് മാത്രം എന്താവുന്നില്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് ജ്ഞാനം ലഭിക്കുന്നില്ല, അതിൽ നിങ്ങൾ ചിന്തിക്കുക കൂടി വേണം. ഒരു കാര്യം കൂടി പറയാനുള്ളത്, പിന്നെ ഇമ്മാനുവൽ കാന്റ് അഥവാ അദ്ദേഹം പറയുന്നുണ്ട്, ഓൾ നോളജ് ബിഗിൻസ് ഫ്രം എക്സ്പീരിയൻസ് ബട്ട് നോട്ട് ഓൾ നോളജ് അറൈസസ് ഫ്രം എക്സ്പീരിയൻസ്. അഥവാ അവിടെ ചിന്ത ആവശ്യമാണ്, എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം എന്താവുന്നില്ല, നോളജ് ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളെ ടൈം ഏകദേശം കഴിയാനായിട്ടുണ്ട്. 54 മിനിറ്റായി. ഇനി ഒരു 6 മിനിറ്റാണ് ബാക്കിയുള്ളത്. അപ്പോൾ പുതിയ വാദങ്ങൾ ഉന്നയിക്കേണ്ടതില്ല. ഈ സമയത്ത് നമ്മളെ സ്റ്റാൻഡ് ഒന്നുകൂടെ കൃത്യമാക്കുന്ന രീതിയിലുള്ള കൺക്ലൂഷനാണ് ഓരോരുത്തരും ഓരോ മിനിറ്റ് വീതം സംസാരിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചതിൽ മുന്നോട്ട് വെച്ചത്
ഇപ്പോൾ ആധുനിക ആശയങ്ങളായിട്ടുള്ള ലിബറലിസം, സെക്യുലറിസം, ഫെമിനിസം പോലത്തെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഓരോ ചിന്താ രീതികൾ ഇസ്ലാമിക സമൂഹത്തിന് എങ്ങനെ ഗുണകരമായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ലിബറലിസം പോലത്തെ ആശയങ്ങളിൽ വ്യക്തി കിട്ടേണ്ട ഓരോ അവകാശങ്ങൾ ക്ഷയിച്ചു പോകുന്നിടത്ത് ഇത്തരം ആശയങ്ങൾ ഈ ഒരു പ്രസന്റിൽ കടന്നു വരുമ്പോൾ അത് തീർത്തും എന്താണ് ഇസ്ലാമിക സൊസൈറ്റിക്ക് അത് ബെനിഫിഷ്യൽ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫെമിനിസം എടുത്തു നോക്കുകയാണെങ്കിലും സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അവിടെ ക്ഷയിച്ചു പോകുന്നിടത്ത് ഈ ആശയം കടന്നു വരുമ്പോൾ അത് ഈ ഒരു ആശയം സ്വീകരിക്കുമ്പോൾ അത് ഇസ്ലാമിക സൊസൈറ്റിയിൽ എന്താണ് അത് ബെനിഫിഷ്യൽ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് അവസാനമായി പറയാനുള്ളത് ഇസ്ലാമിൻ്റെ ആത്മാവ് എന്നുള്ളത് അത് പുരോഗതിയിലാണ്, ഒരിക്കലും അതെന്തല്ല അജ്ഞതയിലല്ല. മനുഷ്യരുടെ ചിന്താ രീതിയിലും ബുദ്ധിയും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഒരുമിച്ച് ചേർന്ന് നല്ലൊരു മനുഷ്യ സമൂഹം നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ്. അവസാനമായിട്ട് പറയാനുള്ളത് ഇസ്ലാമിക് സ്കോളേഴ്സ് ആയിട്ടുള്ള സർ സെയ്ദ് അഹമ്മദ് ഖാനും മുഹമ്മദ് അബ്ദു അതുപോലെ തന്നെ റാഷിദ് റുഷ്ദ എന്നിവർ പറയുന്നത് നവീകരണത്തിലൂടെ മാത്രമേ നമുക്ക് ഒരു സമൂഹത്തെ സംരക്ഷിച്ചു അതുപോലെ തന്നെ പുരോഗതിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്, അല്ലെങ്കിൽ അത് അവിടെ നശിക്കും എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാവിധ ആശയങ്ങളും നമുക്ക് കൂട്ടാകും, നമുക്ക് ബെനിഫിറ്റ് ആണ്, നമുക്ക് ഗുണകരമായി ബാധിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് ലിബർട്ടിയിൽ നമുക്കറിയാം. ലിബറലിസം ഉള്ളതിന് ലിബർട്ടി കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പള്ളിയിൽ വാങ്ങും, അതുപോലെ തന്നെ നമ്മുടെ റിലീജിയൻ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, പ്രൊപ്പഗേഷനൊക്കെ നടക്കുന്നത് ഇങ്ങനെ ഒരു ആധുനിക ആശയം നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഫെമിനിസത്തിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സംസാരിക്കാൻ അവർക്ക് അതിനുള്ള അർഹതയുണ്ട്. അത് ദീന് കൊടുക്കുന്നതുകൊണ്ട് അത്തരം ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരു ഇസ്ലാമിക് സൊസൈറ്റിയിൽ ഒരു തരത്തിലും അത് ദോഷകരമായിട്ട് ബാധിക്കുകയില്ല, ഗുണകരമായിട്ടുള്ള കാര്യമാണ്, അവരുടെ അവകാശമാണ്. അവിടെ സ്കോളേഴ്സ് കൃത്യമായിട്ടുള്ള ഒരു കാര്യനിർവഹണം അവിടെ നടത്തുന്നതിലൂടെ ആ കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയാണ്. ഞാൻ എംപിരിസിസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇത്തരം ആശയം എംപിരിസിസം അതുപോലെ തന്നെ റാഷണലിസം ഇതൊക്കെ ഇസ്ലാമിന് ഒരു വിധത്തിൽ മുതൽക്കൂട്ടായി മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതിനെയൊക്കെ വേറൊരു ചിന്താഗതിയിലൂടെ വേറൊരു സങ്കല്പത്തിലൂടെ കാണുമ്പോഴാണ് ഇതിന് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നത് സൃഷ്ടിക്കുന്നുള്ളത്. നമുക്കറിയാലോ, ഇദുഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തി ഹസന. കാലഘട്ടം ഇങ്ങനെ മാറി വരുമ്പോൾ ഒരുപാട് ടെക്നോളജിയും അതുപോലെ തന്നെ എല്ലാം വരും. അപ്പോൾ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാക്കോട്ട് അടിക്കുകയല്ല വേണ്ടത്. അതിൽ നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇവിടെ നമ്മുടെ ആശയമായ അല്ലെങ്കിൽ വിഷയമായ ഗുണകരമാണെന്ന വാദത്തെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞ വാദങ്ങളെ ഒന്നുകൂടി ഉന്നയിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഊന്നി പറഞ്ഞുകൊണ്ട് എതിർപക്ഷം ഭയപ്പെടുന്നത് പോലെ ഇസ്ലാമിക കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ആധുനിക ആശയങ്ങൾ ഇസ്ലാമിക വിശ്വാസങ്ങളെ നിരാകരിക്കലല്ല, മറിച്ച് ഈ കാലഘട്ടത്തിലെ ഓരോ നവീകരണത്തിനും ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിലും പുതിയ വഴി കണ്ടെത്തലുമാണ് മാത്രം അറിഞ്ഞുകൊണ്ട്, മാത്രമല്ല ചുരുക്കത്തിൽ ഈ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഈ ഒരു പുരോഗതിയെ നമ്മൾ ഭയപ്പെടാതെ തന്നെ മറിച്ച് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ ഇതിലൂടെ നമ്മൾ എങ്ങനെ സ്വാംശീകരിച്ചെടുക്കുമെന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ വാദത്തിൽ ഉറച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവസാനമായി ഞാൻ ഉറപ്പിച്ചു പറയുന്നത് ഈ ആധുനിക ചിന്താഗതി ഇസ്ലാം എടുക്കുന്നതോടുകൂടെ തികച്ചും ഇത് ഉപകാരമല്ല, പ്രശ്നമാണ് സംഭവിക്കുന്നത് തന്നെയാണ്. കാരണം ഈ ലിബറലിസം, ക്യാപിറ്റലിസം, സെക്യുലറിസം പോലെയുള്ള ആധുനിക ചിന്താഗതികൾ എടുക്കുന്നതോടുകൂടെ ആ വ്യക്തി സ്വതന്ത്രമായി ചിന്തിക്കുകയും മതനിരാസത്തെ എതിർക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ ജീവിച്ചു പോകുന്നത്. അത് വലിയ തകർച്ചയിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മതത്തിനെതിരെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടല്ല പുരോഗതി പ്രാപിക്കേണ്ടത്, മറിച്ച് ചിലരെടുക്കുന്ന ഓരോ ആശയങ്ങളും മതത്തിനകത്ത് നിന്ന് അതിനെ കോട്ട തട്ടാത്ത രീതിയിലാണെങ്കിൽ മാത്രം അതിന് ഉപകാരപ്പെടുള്ളൂ, അല്ലെങ്കിൽ അതൊരിക്കലും ഉപകാരമല്ല, അത് നാശമാണ് എന്നുകൊണ്ട് തന്നെയാണ് ഞാൻ വാദിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഈ സംവാദത്തിൽ ഒട്ടാകെ വാദിച്ചത് ആധുനിക ആശയങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നത് ദോഷകരമാണ് ഗുണകരമാണ് എന്നുള്ളതാണ്. തീർച്ചയായും ദോഷകരമാണെന്നുള്ള സൈഡിലാണ് ഞാൻ വാദിച്ചത്. തീർച്ചയായും ഇവിടെ
ആധുനിക ആശയങ്ങൾ എന്ന് പറയപ്പെടുന്ന സെക്കുലറിസം, അതിരുവിട്ട് കടന്ന സെക്കുലറിസം, അതുപോലെ അൾട്ടിമേറ്റ് ഫ്രീഡം വാദിക്കുന്ന ലിബറലിസം ആണെങ്കിലും, അതുപോലെ അതിതീവ്രമായ ഫെമിനിസം ആണെങ്കിലും, ഏതാണെങ്കിലും ഇസ്ലാമിന് വരുത്തിയ ദോഷകരമായ കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. ഇതിൽ നിന്നൊക്കെ പറയുന്നത് ഇസ്ലാമിൻ്റെ അടിത്തറ വളരെ ഉറച്ചതാണ്. അതിന് മാറ്റം വരുത്താനോ, അടിത്തറ ആണെങ്കിലും മറ്റു മാറ്റം വരുത്താനോ ഒരു ആധുനിക ആശയങ്ങളും കടന്നു വരേണ്ട ആവശ്യമില്ല. ആധുനിക ആശയങ്ങൾ കടന്നു വരുമ്പോൾ, വെസ്റ്റേൺ ഭാഗത്തിൽ നിന്നും കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആരെയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാവും നമ്മൾ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആധുനിക ആശയങ്ങളിലൂടെ, ഈ വെസ്റ്റേൺ ആശയങ്ങളിലൂടെ ഫോളോ ചെയ്തു പോകുമ്പോൾ നമ്മൾ അവരിൽ ഒരാളായി മാറുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും അത് ദോഷകരമായി തന്നെയാണ് ബാധിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിവിടെ വാദിച്ചതിൻ്റെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ, ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം സൊസൈറ്റി അല്ല പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ ആശയങ്ങൾക്ക് ആവശ്യം ആയിട്ടുള്ളത്. വെസ്റ്റേൺ ആശയങ്ങളാണ് ഇതുവരെയും ഇസ്ലാമിൻ്റെ ആശയങ്ങളെ കടമെടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് രണ്ട് ഭാഗവും പറഞ്ഞു വെച്ചിട്ടുള്ളതും. അപ്പോൾ നമ്മൾ ഇസ്ലാമിനെ നോക്കുകയാണെങ്കിൽ, ഇസ്ലാം ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് ലൈഫാണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് വേ ഓഫ് ലൈഫാണ്. ഇസ്ലാം തന്നെ ജെൻഡർ ജസ്റ്റിസ്, മൊറാലിറ്റി, പിന്നെ ഇസ്ലാമിലെ പൊളിറ്റിക്സിലായാലും എക്കണോമിക്സിലായാലും എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്ന് വരെ ഇസ്ലാം പഠിപ്പിച്ചു വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ പറയേണ്ട പ്രോഗ്രസ് വേണമെന്ന്. ശരിക്കുള്ള പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഹക്കായിട്ടുള്ള പ്രോഗ്രസ് എന്ന് പറയുകയാണെങ്കിൽ മറ്റ് മൂല്യങ്ങളെ, മറ്റ് ആശയങ്ങളെ കടമെടുക്കുക എന്നുള്ളതല്ല. ഇസ്ലാമിൻ്റെ ഫ്രെയിംവർക്കിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ മങ്ങിപ്പോകുന്ന ആശയങ്ങളെ, മൂല്യങ്ങളെ റിവൈവ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ സൂറത്തുൽ ആൽ ഇമ്രാനിലെ ആയത്തായ വമൻ യത്തബി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യഖ്ബൽ മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അഥവാ ഇസ്ലാം അല്ലാത്ത മറ്റു മതങ്ങളെ സ്വീകരിക്കുന്നവൻ, മറ്റാശയങ്ങളെ സ്വീകരിക്കുന്നവൻ ആഖിറത്തിൽ പരാജിതനായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ നമ്മൾ ഡിബേറ്റോടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം ചിന്തകളും ഇസങ്ങളൊക്കെ ഇനിയും ഒരുപാട് കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ ഉസൂല്, തിയോളജിയിൽ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. കർമ്മശാസ്ത്രപരമായ ഉസൂലുകളും കവായതുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. പുതുമകളായി എന്നതുകൊണ്ട് മാത്രം അതിനെ ഒഴിവാക്കുക എന്നത് നമ്മുടെ പാരമ്പര്യമല്ല. ഇത്തരത്തിൽ പുതിയ കാര്യങ്ങളെ, നമ്മുടെ ഉസൂലിനോടും കവായതിനോടും പിന്നെ ഒത്തുപോകുന്ന പുതിയ കാര്യങ്ങളെ അത് ഉൾക്കൊള്ളുകയും അതേ സമയത്ത് അതിനോട് വിമുഖത കാണിക്കുന്നവയെ ഒഴിവാക്കുകയും, അങ്ങനെ നല്ലൊരു ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.